ഹായ് ഗൈസ്. അപ്പോൾ ഇതാ നമ്മുടെ കസ്തൂരി മഞ്ഞൾ പറിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിത് കണ്ടില്ലേ, ഇതിൻ്റെ ഇലയൊക്കെ ഉണങ്ങി തണ്ടൊക്കെ ഉണങ്ങിപ്പോയി. അപ്പോൾ ഇനി ഇത് വെച്ചുകൊണ്ട് നിന്നാൽ ചിലപ്പോൾ ഇതിൻ്റെ ഉള്ള വിത്തുകളൊക്കെ മണ്ണായിട്ട് മാറും. അപ്പോൾ അതിൻ്റെ മുമ്പ് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ നല്ല വെയിലല്ലേ വരുന്നത്, അപ്പോൾ ഇനി അത്യാവശ്യം നമ്മൾ വിചാരിച്ച പോലെ ഒന്നും കിട്ടൂല. പിന്നെ അതിൻ്റെ കൂടെ ഒരു പയറിൻ്റെ തൈ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ തൈ പോവാണ്ട രീതിക്ക് ഇത് അതിൽ നിന്ന് എടുക്കണം. അപ്പോൾ അതിനുള്ള ശ്രമത്തിലാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ആ പഴയ ബക്കറ്റിലാണ് അത് വെച്ചിരുന്നത്. അപ്പോൾ ഇതാ ഇത്രയും വിത്തുകളാണ് കേട്ടോ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഞാനത് താഴോട്ടേക്ക് കൊണ്ടുവന്നു, വാഷ് ബേസിൽ കൊണ്ടുവന്നിട്ട് കഴുകി നന്നാക്കുകയാണ് കേട്ടോ. പിന്നെ അതിൽ നിന്ന് കുറച്ച് വിത്ത് എടുത്ത് വെച്ചു. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ഇതാണ് പറിച്ചെടുത്തത്. പിന്നെ രണ്ടാമത് ഇപ്പോൾ വേറൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു തക്കാളി കൊട്ടയിൽ വേസ്റ്റ് ആയിട്ടുള്ള ഒരു കൊട്ടയിൽ നട്ടിരുന്നു കേട്ടോ. അപ്പോൾ അതിനെ എടുത്തിട്ട് അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് രണ്ടും കൂടെ ഉണക്കാമെന്ന് വിചാരിച്ചു. അത് ഞാൻ ബക്കറ്റിൽ നട്ടത് കുറച്ച് മുമ്പാണ് പറിച്ചെടുത്തിന്. അത് ഞാൻ ഉണക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇടയ്ക്ക് മഴ പെയ്യുന്നതുകൊണ്ട് ഉണക്കാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ വെച്ചതാണ്. പിന്നെ ഇതും കൂടെ ചേർത്തിട്ട് ഉണക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇതിൻ്റെ അകത്തും കുറച്ച് അത്യാവശ്യം വിത്തുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഈ കൊട്ടയിൽ മണ്ണൊക്കെ നിറച്ചിട്ട് നട്ടതായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഇല കണ്ടില്ലേ, മഞ്ഞ കളറായിട്ടുണ്ട്. അപ്പോൾ ഇനി വെച്ചുകൊണ്ടിരിക്കേണ്ട വെച്ച്. പിന്നെ വെയിലും തുടങ്ങിയല്ലോ, അപ്പോൾ ഏകദേശം ഉണങ്ങി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ കിട്ടുന്ന തൈയിൻ്റെ വിത്ത് ഞാൻ വീണ്ടും ഇതിൻ്റെ അകത്ത് തന്നെ മണ്ണൊക്കെ റെഡിയാക്കിയിട്ട് മുളപ്പിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതല്ലാണ്ട് വേറെ കുറച്ച് സ്ഥലത്ത് ഒരു 3-4 ചോട് നട്ടിട്ടുണ്ട്. അത് ഞാൻ പിന്നീട് കാണിക്കാം കേട്ടോ. അത് പറിക്കാറായിട്ടില്ല. അപ്പോൾ ഇത് ആയത് ഞാൻ വേഗം എടുത്തതാണ് കേട്ടോ. പിന്നെ എനിക്കിത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഫേസ്ബുക്കിലുള്ള ഒരു ഫ്രണ്ട് കൊറിയർ വഴി അയച്ചു തന്നതാണ് കേട്ടോ. അവർ കൊറിയർ ചാർജ് അയച്ചു കൊടുത്തപ്പോൾ അവരെനിക്ക് അയച്ചു തന്നതാണ്. അപ്പോൾ ഞാൻ അവരയച്ചു തന്നപ്പോൾ 4 വിത്തെങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ. അതിൽ 2-3 എണ്ണമൊക്കെ ഞാൻ നട്ടു. അത് മൊത്തം നട്ടു. അതിൽ 2-3 എണ്ണമൊക്കെ കാക്ക എന്തോ ഒക്കെ നശിപ്പിച്ച് അങ്ങനെ താഴേക്ക് വീണു. ടെറസിന് മുകളിൽ താഴേക്ക് കൊത്തിയിട്ട് കാക്ക കൊത്തി കൊണ്ടുപോയിട്ടതാണോ അറിയില്ല, എന്തോ ജന്തുക്കൾ താഴോട്ട് തള്ളിയിട്ടതാണോ അറിയില്ല. അങ്ങനെ താഴെ മണ്ണിൽ മുളച്ചിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് വീണ്ടും എടുത്തുകൊണ്ട് വന്നിട്ട് ടെറസിൽ വീണ്ടും നട്ടതാണ്. എപ്പോഴും ഒരു തൈ ഇവിടെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിത്ത് ഞാൻ വീണ്ടും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിന് ബിഗ് ഹായ്, താങ്ക് യു. അപ്പം നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയറും കൂടെ ചെയ്യട്ടോ. അപ്പോൾ ഇതാ ഇത്രത്തോളമാണ് ഇതിൽ നിന്ന് കിട്ടിയ വിത്ത്. പിന്നെ മറ്റേതിൽ നിന്ന് ആദ്യം കിട്ടിയതും. അപ്പോൾ ടാറ്റാ.